അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് തേങ്ങാക്കൊത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണിത്. നമുക്കിത് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തരുമ്പോൾ നമ്മളിത് എന്താ ഇത് സംഭവം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത്ര വലിയ സംഭവം എന്നല്ല, നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലൊടിക്കാനുള്ള അത്രയും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടായ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 2 2.5 ഒക്കെ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഞാനൊരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീഫിലേക്ക് പൊടികളൊക്കെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പൊടികൾ ഇത്ര തോനെ പൊടികൾ ഇടുന്നതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ ഇത് വറവ് പാകമാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വറക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇന്നൊരു പുക വരുന്ന സമയത്ത് ഇതിൻ്റെ വറവ് പാകമായി. അപ്പോൾ നമ്മുടെ പൊടിയുടെ വറവ് പാകമായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം. അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയും വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കിത് ഇഷ്ടം പോലെയാണ്, അതിനുള്ള ആളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1 കിലോനൊക്കെയാണ് വാങ്ങിക്കണതെങ്കിൽ ഈ പൊടികളൊക്കെ ഇരട്ടിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ച ആ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പാക്കറ്റ് പൊടി ഇടാതിരിക്കുക. ഇതുപോലെ വീട്ടിലൊക്കെ പൊടിച്ച കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ എരിവും നല്ല കുരുമുളകിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി ഇതിലോട്ട് 1/4 സ്പൂണ് വലിയ ജീരകവും അതുപോലെ 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടി ചേർത്ത് കൊടുക്കരുത്, ഉലുവ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉലുവ കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കയ്പ്പ് വരുള്ളൂ. ഇനി അതുപോലെ തന്നെ ഒരു മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയുടെ എണ്ണൊന്നും കൂട്ടരുത്, അപ്പോൾ ഇത് മധുരിക്കുള്ളൂ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ സംഭവമായ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കഷ്ണം തേങ്ങ നൈസായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഇല്ലാണ്ട് ഈ കറി വെക്കാനേ നിങ്ങൾ നിൽക്കരുത്. അപ്പോൾ കറിവേപ്പിലയും ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളാവുന്നൊരു സ്മെല്ലൊക്കെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ചേർത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലോണം കൈ വെച്ച് തന്നെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ സ്പൂണോ കയ്യിലോ ഒന്നും ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഞാനിതിലോട്ടൊരു സംഭവം ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പില്ലാണ്ട് എന്ത് കറിയില്ലേ. അപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ പാകത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മൾ എത്ര കഴുകി ഊറ്റി വെച്ചാലും ഇതിന്ന് ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ച് തീ കത്തിക്കാം. അപ്പോൾ 10 വിസിലാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അത്യാവശ്യം വേവുള്ള ബീഫ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 10 വിസിലാണ് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ 10ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞു കൊടുക്കുക. തീ ഓഫാക്കിയതിന് ശേഷം പ്രഷറൊക്കെ കളഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലൊടിക്കാനുള്ള അത്രയും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാൻ ഇതിനൊന്ന് താളിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ലൊരു ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി വീണ്ടും
വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൂടായ ശേഷം അതിലോട്ട് ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ഇതിലോട്ട് 2 പച്ചമുളക് നടു കീറിയിട്ട് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം എരിവ് ബീഫുണ്ട്, അതുകൊണ്ട് 2 എണ്ണം ആക്കിയിട്ട് കുറച്ചതാണ്. നിങ്ങൾക്ക് എരിവ് ഇനിയും വേണമെങ്കിൽ ഇനിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഇതിൻ്റെ പ്രധാന സംഭവം. അപ്പോൾ ഒരു കഷ്ണം തേങ്ങയും കൂടി ചെറുതായി നൈസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വറവാവരുത്, നല്ല ബലമാവരുത്. ഇതൊരു നമ്മുടെ ചവക്കുമ്പോഴൊക്കെ ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ബലത്തിലൊന്നും എടുക്കരുത്. ഈ വെളിച്ചെണ്ണ കടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മൂക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പാകേ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ചെറു തീയിൽ. എല്ലാം കൂടി ഒന്ന് പുരട്ടിയെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഈ കറിവേപ്പിലയും പച്ചമുളക്, തേങ്ങ, വെളിച്ചെണ്ണ, ബീഫ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇതിന് വരുന്നുണ്ട് കേട്ടോ. ആ സ്മെല്ല് കേട്ടാൽ അറിയാം ഇത് അടിപൊളിയാണെന്ന്. കഴിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്ന് തന്നെ ബീഫ് കൊണ്ടിരിച്ചിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അത്ര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ തള വന്നിട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നും. അപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല ഇത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓളന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.